Hello students, good morning. ഇന്ന് നമുക്ക് exercise 1.3 questions നോക്കാം. So first question, Aftab tells his daughter, 7 years ago, I was 7 times as old as you were then. Also, 3 years from now, I shall be 3 times as old as you will be. Represent this situation algebraically and graphically. So നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ ഇക്വേഷനും കണ്ടുപിടിക്കണം, എന്ത് പിന്നെ ചെയ്യണം, ഗ്രാഫിക്കലായിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. അഫ്താബ് ടെൽസ് ഹിസ് ഡോട്ടർ, അഫ്താബ് എന്ന് പറയുന്ന ഒരാൾ അയാളുടെ മകളോട് പറയുവാണ്, 7 years ago I was 7 times as old as you were then. 7 വർഷം മുമ്പ് അയാളെന്ന് പറയുന്നത് അയാളുടെ ഡോട്ടറിനേക്കാളും അയാളുടെ ഡോട്ടറിൻ്റെ 7 ഇരട്ടി വയസ്സുണ്ടായിരുന്നു അയാൾക്ക്. ആ സമയത്ത് അയാളുടെ ഡോട്ടറിൻ്റെ വയസ്സിനേക്കാളും 7 ഇരട്ടി വയസ്സുണ്ടായിരുന്നു അയാൾക്ക്. ആൻഡ് 3 years from now, ഇനി എന്ന് പറയുമ്പോൾ ഇനി 3 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് അയാൾക്ക് അയാളുടെ ഡോട്ടറിൻ്റെ ആ സമയത്തെ വയസ്സിൻ്റെ 3 ഇരട്ടി ഉണ്ടാവുന്ന പറയുന്നത്. 3 വർഷത്തിന് ശേഷം അയാൾക്ക് ആ സമയത്ത് അയാളുടെ മോളുടെ വയസ്സിൻ്റെ 3 ഇരട്ടി ഉണ്ടാവുന്ന പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ ഒന്നും കൂടി വ്യക്തമാവും എങ്ങനെയാണെന്ന്. അതായത് ഇപ്പോൾ പ്രസൻറ്റ് ഏജ്, ഇപ്പോൾ ഉള്ള അയാളുടെ ഏജ് എന്ന് പറയുന്നത്, അച്ഛൻ്റെ ഏജ് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, അഫ്താബിൻ്റെ ഏജ് എക്സ് എന്ന് കൊടുക്കാം. ആൻഡ് അഫ്താബിൻ്റെ ആണ് കേട്ടോ ഇത്, അഫ്താബിൻ്റെ ഏജ് പ്രസൻറ്റ് ഏജ് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ആൻഡ് ഡോട്ടറിൻ്റെ ഏജ് നമുക്ക് വൈ എന്ന് കൊടുക്കാം. ഇപ്പോഴത്തെ ഏജാണ് കേട്ടോ, പഴയ 7 വർഷം മുൻപുള്ളതുമല്ല 3 വർഷം കഴിഞ്ഞിട്ടുള്ളതുമല്ല, ഇപ്പോഴത്തെ പ്രസൻറ്റ് ഏജാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ലെറ്റ് പ്രസൻറ്റ് ഏജ് ഓഫ് അഫ്താബ് ആൻഡ് ഹർ ഡോട്ടർ ആൻഡ് ഹിസ് ഡോട്ടർ ബി എക്സ് ആൻഡ് വൈ എന്ന് നമുക്ക് അങ്ങനെ എഴുതിയെടുക്കാം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ എഴുതാം. ആൻഡ് പിന്നെ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, 7 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഇയാളുടെ ഇപ്പോൾ ഉള്ള വയസ്സെന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ 7 വർഷം മുമ്പ് അയാൾക്ക് എത്ര വയസ്സായിരിക്കും, എക്സ് മൈനസ് 7 അല്ലേ. ഇപ്പോൾ അയാൾക്ക് 10 വയസ്സാണെങ്കിൽ 7 വർഷം മുമ്പ് 10 - 7 3 ആയിരിക്കും അയാളുടെ വയസ്സ്. അതായത് ഇപ്പോൾ എക്സ് ആണ്, അപ്പോൾ എക്സ് മൈനസ് 7 ആണ് അയാളുടെ 7 വർഷം മുമ്പുള്ള വയസ്സെന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ ഈസ് ഈക്വൽ ടു 7 വർഷം മുമ്പുള്ള അയാളുടെ വയസ്സെന്ന് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞത്, അയാളുടെ ഡോട്ടറിൻ്റെ അപ്പത്തെ വയസ്സിൻ്റെ 7 ഇരട്ടിയായിരുന്നു എന്നാണ് പറഞ്ഞത്. 7 ഇരട്ടി, അതായത് 7 ഇൻറ്റു ഇരട്ടി എന്ന് പറയുമ്പോൾ 7 ടൈംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ മൾട്ടിപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. 7 ഇൻറ്റു അപ്പം അയാളുടെ ഡോട്ടറിൻ്റെ വയസ്സ് എത്രയായിരിക്കും, ഇപ്പത്തേക്കാളും 7 വർഷം കുറവല്ലായിരിക്കും. ഇയാളുടെയും 7 വർഷം കുറഞ്ഞിട്ടുണ്ട്, ഡോട്ടറിൻ്റെ 7 വർഷം കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ 7 വർഷം മുമ്പുള്ള വയസ്സാണെങ്കിൽ. സോ അപ്പോൾ ഉള്ള വയസ്സ് y - 7, അതായത് x - 7 എന്ന് പറയുന്നത് അഫ്താബിൻ്റെ 7 വർഷം മുമ്പുള്ള വയസ്സും y - 7 എന്ന് പറയുന്നത് ഡോട്ടറിൻ്റെ 7 വർഷം മുമ്പുള്ള വയസ്സുമാണ്. അയാൾ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 വർഷം മുമ്പ് അയാളുടെ വയസ്സെന്ന് പറയുന്നത് അയാളുടെ മോളുടെ 7 ഇരട്ടിയായിരുന്നു, മോളുടെ വയസ്സിൻ്റെ 7 ഇരട്ടിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ ഇവിടെ എഴുതിയിരിക്കുന്നത്, 7 ഇൻറ്റു y - 7. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്നും ഈ 7 ഉള്ളിലേക്ക് കൊടുത്തിട്ടൊന്ന് എഴുതാം. എക്സ് - 7 ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു വൈ എന്ന് പറയുന്നത് എന്താ, 7y - 7 ഇൻറ്റു -7 എത്രയാ, 7 ഇൻറ്റു 7 49. സോ -49 എന്ന് കിട്ടി. ഇനി നമുക്ക് എല്ലാം കൂടി ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഒരു ഇക്വേഷൻ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ എങ്ങനെ വരും, നമുക്ക് ഈ എക്സ് ഒക്കെ അപ്പുറത്തേക്ക് എടുക്കാം. സോ അല്ല, ഈ 7y ഒക്കെ ഇപ്പുറത്തേക്ക് എടുക്കാം. സോ എക്സ് -7 പ്ലസ് 7y ഇപ്പുറത്തേക്ക് വരുമ്പോൾ -7y -49 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +49 ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഒന്നുമില്ലല്ലോ, സോ 0. ഇനി നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് -7y നമുക്ക് രണ്ടാമത് എഴുതാം. പിന്നെ -7 + 49 എന്ന് പറയുമ്പോൾ -7 + 49 + 42 ഇസ് ഈക്വൽ ടു 0. സോ നമുക്ക് നമ്മളുടെ ആദ്യത്തെ ഇക്വേഷൻ കിട്ടി, എന്താണ്, എക്സ് -7y + 42. ഇനി ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ 3 years from now എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ എന്താണെന്നും കൂടി കണ്ടുപിടിക്കണം. സോ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് എന്താണെന്ന് കിട്ടി, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. സോ രണ്ടെണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കണം അല്ലേ. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, 3 വർഷത്തിന് ശേഷം അഫ്താബിൻ്റെ വയസ്സെന്ന് പറയുന്നത് അയാളുടെ മകളുടെ 3 വർഷത്തിന് ശേഷമുള്ള വയസ്സിൻ്റെ 3 ഇരട്ടി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് അഫ്താബിൻ്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് എത്രയാണ്, എക്സും മോളുടെ എന്ന് പറയുന്നത് വൈയും ആണ്. സോ അഫ്താബിൻ്റെ 3 വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സ് എത്രയായിരിക്കും, എക്സ് +3യും മോളുടെ എത്രയായിരിക്കും, y +3യും ആയിരിക്കും അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അഫ്താബിൻ്റെ 3 വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സെന്ന് പറയുന്നത് എക്സ് +3യും മോളുടെ എന്ന് പറയുന്നത് y +3യും ആയിരിക്കും. ആൻഡ് അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്,
3 വർഷം കഴിഞ്ഞിട്ട് അഫ്താബിൻ്റെ വയസ്സെന്ന് പറയുന്നത് മോളുടെ വയസ്സിൻ്റെ 3 ഇരട്ടി ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് എങ്ങനെ ഇരിക്കും എഴുതുക? എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 ടൈംസ് എന്നല്ല 3 ഇരട്ടി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സോ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വൈ പ്ലസ് 3. നമ്മൾ നേരത്തെ y മൈനസ് 7 ചെയ്തില്ല, അതേപോലെ തന്നെയാണ് ഇതും. ഇനി നമുക്ക് ഉള്ളിലേക്കൊക്കെ കൊടുത്തിട്ട് എഴുതാം. എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3y. 3 ഇൻറ്റു പ്ലസ് 3 എന്ന് പറയുമ്പോൾ 9. ഇനി നമുക്ക് എല്ലാം കൂടി ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എക്സ് മൈനസ് 3y പ്ലസ് 3 പ്ലസ് എക്സ് മൈനസ് 3y പ്ലസ് 3 പ്ലസ് 9 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് 9 ഈസ് ഈക്വൽ ടു 0. എക്സ് മൈനസ് 3y പ്ലസ് 3 മൈനസ് 9 മൈനസ് 6 ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് നമ്മളുടെ 2 ഇക്വേഷൻസും കിട്ടിയല്ലോ. ഒരു ഇക്വേഷൻ എക്സ് മൈനസ് 7y പ്ലസ് 42ഉം രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് മൈനസ് 3y മൈനസ് 6 ഈസ് ഈക്വൽ ടു 0യും കിട്ടി. ഇനി നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ എക്സ് ഒരു വശത്തേക്കും ബാക്കിയുള്ളത് മറ്റേ വശത്തേക്കും ആക്കിയിട്ട് എടുക്കാം. സോ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുമ്പോൾ എങ്ങനെ വരും? എക്സ് ഈസ് ഈക്വൽ ടു 7y മൈനസ് 42 എന്ന് വരും. ആണല്ലോ. സോ ഞാൻ ആദ്യം വൈന് 6 എന്നിട്ട് കൊടുക്കാൻ പോവാണ്. സോ എങ്ങനെ വരും? എക്സ് ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 6 മൈനസ് 42. 7 ഇൻറ്റു 6 എന്താണ്? 42 മൈനസ് 42. അപ്പോൾ എന്ത് വരും? 0 വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തപ്പോഴാണ് എനിക്ക് 0 കിട്ടിയത്? വൈന് 6 എന്നിട്ട് കൊടുത്തപ്പോൾ എനിക്ക് എക്സ് 0 കിട്ടി അല്ലേ? സോ നമുക്കത് ടേബിളിൽ എഴുതാം. എക്സ് വൈ, എനിക്ക് എക്സ് 0 കിട്ടി എപ്പോഴാണ്? വൈന് 6 എന്നിട്ട് കൊടുത്തപ്പോൾ എനിക്ക് എക്സ് 0 കിട്ടി. ഇനി ഞാൻ വൈന് വേറൊരു വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. എക്സ് ഇസ് ഈക്വൽ ടു 7 ഇൻറ്റു 7 തന്നെ ഇട്ട് കൊടുക്കുകയാണ്. 7 ഇൻറ്റു 7 മൈനസ് 42. 7 ഇൻറ്റു 7 എന്താണ്? 49. 49 മൈനസ് 42 എത്രയാ? 7. അപ്പോൾ എനിക്ക് എക്സിന് 7 എപ്പോഴാണ് കിട്ടിയത്? വൈ 7 ഇട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് എക്സിന് 7 കിട്ടിയത്. അത് നമ്മൾ ടേബിളിൽ എഴുതി. ഇനി ഞാൻ മൂന്നാമത് എക്സിന് ഇട്ട് കൊടുക്കാൻ പോകുന്നത് വൈന് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 5 ആണ്. സോ 7 ഇൻറ്റു 5 മൈനസ് 42. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 7 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എന്താ? 35. 35 മൈനസ് 42. 35 മൈനസ് 42 എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 7 അല്ലേ? സോ എനിക്ക് എക്സ് എപ്പോഴാണ് മൈനസ് 7 കിട്ടിയത്? വൈ 5 ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് എക്സ് മൈനസ് 7 എന്ന് കിട്ടി. ഇനി നമുക്കിപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ ടേബിൾ ഫോം ചെയ്തല്ലോ. ഇനി സെക്കൻഡ് ഇക്വേഷൻ്റെ ടേബിൾ ഫോം ചെയ്യാമല്ലോ. സോ അത് ഫോം ചെയ്യുമ്പോൾ എങ്ങനെ വരും? എക്സ് മൈനസ് 3y. അപ്പോൾ ഞാൻ എക്സ് ഒരു സൈഡിലും ബാക്കിയുള്ളതൊക്കെ മറ്റേ സൈഡിലാകുമ്പോൾ 3y പ്ലസ് 6 ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ആണല്ലോ. 3y പ്ലസ് 6 എന്ന് കിട്ടും. ഞാൻ ആദ്യം വൈന് -2 എന്നിട്ട് കൊടുക്കുകയാണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു -2. റാൻഡം ആയിട്ടുള്ള നമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വൈന്. സോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എക്സ് ഒരു ഹോൾ നമ്പർ ആയിട്ട് കിട്ടുന്നത്, ആ നമ്പേഴ്സാണ് നമ്മൾ വൈന് ഇട്ട് കൊടുക്കേണ്ടത്. സോ 3 ഇൻറ്റു -2 പ്ലസ് 6. 3 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ -6 പ്ലസ് 6 എന്താണ്? 0. സോ എനിക്ക് എക്സ് എപ്പോഴാണ് 0 കിട്ടിയത്? വൈന് -2 എന്നിട്ട് കൊടുത്തപ്പോൾ എനിക്ക് എക്സ് 0 കിട്ടി. -2 0. ഞാൻ ഇനിയിപ്പോൾ വൈന് -3 എന്നിട്ട് കൊടുക്കുകയാണ്. 3 ഇൻറ്റു -3 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു -3 -9 പ്ലസ് 6. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? -3. അപ്പോൾ എനിക്ക് എക്സ് എപ്പോഴാണ് -3 കിട്ടിയത്? ഇതിന് -3 ഇട്ട് കൊടുത്തപ്പോഴാണ് വൈ -3 ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് എക്സ് -3 എന്ന് കിട്ടി. ഞാൻ എക്സിന് -1 എന്നിട്ട് കൊടുക്കുകയാണ്. 3 ഇൻറ്റു -1 പ്ലസ് 6. 3 ഇൻറ്റു -1 -3 പ്ലസ് 6 -3 പ്ലസ് 6 എത്രയാ? 3. അപ്പോൾ എനിക്ക് എക്സ് 3 എപ്പോഴാണ് കിട്ടിയത്? വൈ 1 ഇട്ട് കൊടുത്തപ്പോൾ -1 ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് എക്സ് 3 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ്, ഈ കോർഡിനേറ്റ്സ് ഒക്കെ നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താലോ? സോ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ്റെ ഇതെന്ന് പറയുന്നത് ടേബിൾ ഇതാണ്. സോ 0, x, അതായത് 0 സ്പേസസ് എക്സിലേക്ക് മൂവ് ചെയ്തിട്ട് 6 സ്പേസ് പൊക്കത്തോട്ട് മൂവ് ചെയ്യുക. സോ അതായത് ഇവിടെ വരും 0, 6 ഇവിടെ ആണല്ലോ. സോ 0, 6. നെക്സ്റ്റ് വൺ ഏതാണ്? അതവിടെ എഴുതി. 7, 7 സ്പേസ് എക്സിലേക്ക് മൂവ് ചെയ്തിട്ട് 7 സ്പേസ് വൈയിലേക്ക് മൂവ് ചെയ്യണം. സോ ദാറ്റ് കംസ് ഹിയർ 7, 7 ആണല്ലോ. ദെൻ -7, 5 -7 സ്പേസ് എക്സ് ആക്സിസിൽ നെഗറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. -7 ആയതുകൊണ്ട് നെഗറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ട് 5 സ്പേസ് പൊക്കത്തോട്ട് മൂവ് ചെയ്യുക. സോ ഇവിടെ വരും -7, 5 ആണല്ലോ. ഓക്കെ, നമുക്ക് ഇത്രയും വന്നു. നമുക്ക് ഇത് ഒരു ഇക്വേഷൻ്റെ ആണല്ലോ. സോ നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം.
സോ ഇതാണ് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ജോയിൻ ചെയ്തു. ഇനി രണ്ടാമത്തെ ടേബിൾ ഏതായിരുന്നു? 0,-2. 0 സ്പേസ് എക്സ് ആക്സിസിൽ മൂവ് ചെയ്തിട്ട് -2 സ്പേസ് വൈ ആക്സിസിലേക്ക്, നെഗറ്റീവ് വൈ ആക്സിസിലേക്ക് മൂവ് ചെയ്യുക. സോ 0,-2. ഇനി നെക്സ്റ്റ് ഏതാണ്? -3,-3. അതായത് ഇവിടെ -3 സ്പേസ് എക്സ് ആക്സിസിലേക്ക് മൂവ് ചെയ്തിട്ട് -3 സ്പേസ് വൈ ആക്സിസിലേക്ക് മൂവ് ചെയ്യുക. ഹിയർ -3,-3. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഏതാണ്? 3,-1. ഓക്കെ, 3,-1 എവിടെയാണ്? 3,-1 ഇവിടെ. സോ 3,-1 ഇവിടെ വരും. ഇനിയിപ്പോൾ നമുക്കിത് ജോയിൻ ചെയ്യാം. സോ എങ്ങനെ വരും? ഇങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് മുട്ടും. ഇതിപ്പോൾ ഇവിടെ വരച്ചിട്ടില്ല. സോ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. ആ പോയിന്റ് ആയിരിക്കും എന്ത്? നമ്മളുടെ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എത്ര വയസ്സാണ് അവർക്കെന്ന് കിട്ടും. അതായത് എക്സിൻ്റെ വാല്യൂ എന്താണ്? ആ പോയി മുട്ടുന്ന കോർഡിനേറ്റ്സിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ അതെന്ന് പറയുന്നത് അഫ്താബിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും. വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡോട്ടറിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഇവിടെ വരച്ച് കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. സോ നിങ്ങളങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇൻ കേസ് ചെയ്യാനിരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. So second question ഇതാണ്. The coach of a cricket team buys 3 bats and 6 balls for rupees 3,900. Later she buys another bat and 3 more balls of the same kind for rupees 1,300. Represent this situation algebraically and geometrically. So നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സോ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുന്നത്, ഒരു ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ച് ഒരു ഷോപ്പിൽ നിന്ന് 3 ബാറ്റും 6 ബോളും കൂടി 3,900 രൂപക്ക് വാങ്ങി. 3,900 റുപ്പീസിന് വാങ്ങി. 3 ബാറ്റും 6 ബോളും. ആൻഡ് അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവർ തന്നെ ഒരു ബാറ്റും 3 ബോൾസും കൂടി 1,300 രൂപക്ക് വാങ്ങി. നമ്മളോട് ഈ സിറ്റുവേഷൻ ആൽജിബ്രായിക്കലിയും നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇക്വേഷൻ കണ്ടെത്തുകയും വേണം. ഒപ്പം ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയും വേണം. ജിയോമെട്രിക്കലി എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കലി തന്നെ റെപ്രസെൻറ്റ് ചെയ്യുകയും വേണം. സോ നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യം ഈ ആൻസർ ചെയ്യുമ്പോൾ എടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബാറ്റിന് കോസ്റ്റ് ഓഫ് 1 ബാറ്റ്, ഒരു ബാറ്റിന് എത്ര രൂപയാവും എന്ന് ആദ്യം എടുക്കണം. കോസ്റ്റ് ഓഫ് 1 ബാറ്റ് നമുക്ക് എക്സ് എന്നെടുക്കാം. ആൻഡ് കോസ്റ്റ് ഓഫ് 1 ബോൾ നമുക്ക് എന്തെടുക്കാം? വൈ എന്നെടുക്കാം. ഒരു ബാറ്റിന് എക്സ് റുപ്പീസും ഒരു ബോളിന് വൈ റുപ്പീസ് എന്നും എടുക്കാം. ഓക്കെ ആണല്ലോ. ആദ്യം കോച്ച് പോയപ്പോഴേക്കും എത്ര ബാറ്റ് വാങ്ങി? 3 ബാറ്റും വാങ്ങി, 6 ബോളും വാങ്ങി. ആണല്ലോ. 3 ബാറ്റും 6 ബോളും. 3 ബാറ്റിൻ്റെ കാശ് എത്രയായിരിക്കും? അപ്പോൾ 3 ഇൻറ്റു എക്സ് അല്ലേ? 3 ഇൻറ്റു ഒരു ബാറ്റിൻ്റെ കാശായിരിക്കുമല്ലോ 3 ബാറ്റിൻ്റെ കാശ് എന്ന് പറയുന്നത്. സോ 3 ഇൻറ്റു എക്സ് പ്ലസ് 6 ഇൻറ്റു വൈ എന്ന് പറയുന്നതായിരിക്കുമല്ലോ 6 ബോളിൻ്റെ കാശ് എന്ന് പറയുന്നത്. 3 ഇൻറ്റു എക്സ് പ്ലസ് 6 ഇൻറ്റു വൈ. ടോട്ടൽ അവിടെ ചിലവഴിച്ചത്, ആദ്യം പോയപ്പോൾ ചിലവഴിച്ചത് എത്രയാണ്? 3,900, 3,900. സോ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടി? 3x പ്ലസ് 6 ഇൻറ്റു വൈ, 6y ഈസ് ഈക്വൽ ടു 3,900 എന്ന് കിട്ടിയല്ലോ. ഇതിപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തത്? ഒരു ബാറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എക്സ് നമ്മളെടുത്തു, ബോളിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വൈ എന്നെടുത്തു. അപ്പോൾ ഒരു 3 ബാറ്റിൻ്റെ കാശ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ഇൻറ്റു എക്സ് ആയിരിക്കുമല്ലോ. 6 ബോളിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 6 ഇൻറ്റു വൈ ആയിരിക്കുമല്ലോ. സോ നമ്മൾ അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ അവിടെ ചിലവഴിച്ചത് എത്രയാണ്? 3,900 ടോട്ടലാണല്ലോ ചിലവഴിച്ചത്. അപ്പോൾ രണ്ടിനെയും കൂടി കോസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സ്പെൻഡ് ചെയ്ത റുപ്പീസിൻ്റെ ഇത് കിട്ടുമല്ലോ. സോ അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. 3x പ്ലസ് 6y ഈസ് ഈക്വൽ ടു 3,900 ആണ് ആദ്യത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? ലേറ്റർ പിന്നീട് ആ കോച്ച് തന്നെ പോയിട്ട് ഒരു ബാറ്റും 3 ബോളും കൂടി വാങ്ങിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ബാറ്റിന് എത്ര കാശായിട്ടുണ്ടാവും? എക്സ് ആണെന്നാണല്ലോ പറഞ്ഞത്. സോ 1 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു എത്ര ബോൾ വാങ്ങിച്ചു? 3 ബോൾ വാങ്ങിച്ചു. അതിൻ്റെ ഒരു ബോളിൻ്റെ കാശ് എത്രയാണ്? വൈ. സോ 3 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ടോട്ടൽ അവിടെ രണ്ടാമത് പോയപ്പോൾ എത്രയാണ് ചിലവഴിച്ചത്? 1,300. സോ 1 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ 3y ഈസ് ഈക്വൽ ടു 1,300. മനസ്സിലായല്ലോ. രണ്ടാമത് പോയപ്പോൾ അവർ ഒരു ബാറ്റും 3 ബോളും വാങ്ങിച്ചു. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഒരു ബാറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാ? എക്സ്. 3 ബോളിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3 ഇൻറ്റു ഒരു ബോളിൻ്റെ കോസ്റ്റാണ് 3 ബോളിൻ്റെ കോസ്റ്റ്.
സോ എത്ര കിട്ടി? 1300 കിട്ടി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനും കിട്ടിയാലോ, എക്സ് പ്ലസ് 3y ഇസ് ഈക്വൽ ടു 1300. രണ്ട് ഇക്വേഷനും കിട്ടിയാലോ. ഇനി നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം ആണല്ലോ. സൊല്യൂഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? രണ്ടിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് എക്സ് ഒരു സ്ഥലത്തും ബാക്കിയുള്ള വൈയും ഇൻഡിജേഴ്സും ഒക്കെ മറ്റേ സ്ഥലത്താക്കിയിട്ട് വൈന് ഓരോ വാല്യൂ ഇട്ട് കൊടുത്ത് എക്സിന് ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വരാമെന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മളെന്ത് സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് ടേബിൾ വരയ്ക്കുന്നത്. സോ നമുക്കത് ടേബിൾ വരച്ചതിന് ശേഷം കാണിക്കാം എങ്ങനെയാണെന്ന്. സോ ഞാനിതാ ഇവിടെ ടേബിൾ വരച്ചിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്തി ആക്കണ്ടല്ലോ, നിങ്ങൾക്ക് എന്തായാലും അറിയാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതായത് എക്സ് ഒരു സൈഡിലേക്ക് എടുത്ത് ബാക്കിയുള്ളത് ഞാൻ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യൻസിൽ കാണിച്ചല്ലോ. സോ അതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അതറിയാം. ഇനിയിപ്പോൾ വീഡിയോ ലെങ്തി ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത്. സോ ടേബിൾ ഞാനിവിടെ വരച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ വാല്യൂസ് വരെ നമ്മൾ 1 2 3 അങ്ങനെ വരച്ച് ഗ്രാഫ് എത്തിക്കണോ? വേണ്ട, നമ്മൾ അങ്ങനെ വരയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ ഗ്രാഫിൽ എങ്ങനെ എടുത്താൽ മതി? 100 ഒരു സ്പേസ്, ഒരു യൂണിറ്റ് 100 എന്ന് എടുത്താൽ മതി. നമ്മൾ സാധാരണ ഒരു യൂണിറ്റ് 1 എന്നല്ലേ എടുക്കുന്നത്. മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ 1 2 3 4 അങ്ങനെയാണല്ലോ ഓരോ മാർക്കിട്ട് എഴുതിയത്. നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനത്തെ കുറേ വലിയ വാല്യൂസ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ യൂണിറ്റിൻ്റെ ഇത് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. നമുക്ക് അടുത്ത പോയിന്റ് പ്ലോട്ട് ചെയ്യാം. അങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഏതായിരിക്കും വരുന്നത്? 400, 300. 400, 300 400 സ്പേസ് എക്സിൽ മൂവ് ചെയ്തിട്ട് 300 സ്പേസ് വൈയിൽ മൂവ് ചെയ്യുക. സോ എങ്ങനെ വരും? ഇവിടെ വരും 400, 300. ഇനി നമുക്ക് ഈ പോയിൻ്റൊക്കെ കൂടി ജോയിൻ ചെയ്താലോ. നമ്മൾ ആദ്യത്തെയും പ്ലോട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തു. സോ അത് ആദ്യത്തെ ഇക്വേഷൻ്റെ ഗ്രാഫാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ്റെ ഗ്രാഫ് നമ്മൾ ജോയിൻ ചെയ്യുവാണ്. സോ എങ്ങനെ വരും? ഇവിടെ നമ്മൾ പോയിന്റ് ഇവിടെ വരും അല്ലേ. സോ എല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എവിടെയാണ്? രണ്ട് ഗ്രാഫ്സും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് 1300, 0 എന്ന് പറയുന്ന പോയിന്റിലാണല്ലോ. അങ്ങനെ നമ്മൾ ഈ ഇക്വേഷന് ഗ്രാഫിക്കലായിട്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, എക്സസൈസ് 3.1. അത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ തന്നെ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ആൽജിബ്രായിക്കലിയും ജിയോമെട്രിക്കലിയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആൽജിബ്രായിക് ഫോം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്ത് നോക്കിയിട്ടൊന്ന് ആൻസർ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആൻസർ പറയാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എക്സസൈസ് 3.1 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. 2 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്